വെൽനസ് യുഗമാണ്. അപ്പം ലോകത്തെ ഇനി നിയന്ത്രിക്കാൻ പോകുന്നത് വെൽനസ് ഉൽപ്പന്ന യുഗമാണ് എന്നാണ് പഠനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വെൽനസ് ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ മെട്രോസിറ്റിയിലുള്ളത്. ആ വെൽനസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എലമെന്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള വളരെ പ്രസിദ്ധീയത ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. എലമെന്റ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, എലമെന്റ്സ് ഏറ്റവും നല്ല ഹെൽത്ത് കെയർ ബ്രാൻഡിനുള്ള അവാർഡ് 2019 അതേപോലെ 2020 അതിനുശേഷം നമുക്കൊക്കെ സന്തോഷകരായിട്ട് ഈ വർഷം 2024 നേടുകയാണ്. ഇനി നിങ്ങൾക്ക് നമ്മുടെ ആയുർവേദമായ ക്വാളിറ്റിയുള്ള കുറച്ച് വെൽനസ് ഉൽപ്പന്നങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഞാനിത് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നത് കൂടുതലായിട്ട് ഇത്തരം ഉൽപ്പന്നങ്ങളെ കുറിച്ച് അന്വേഷിക്കുക. ആദ്യത്തെ ഉൽപ്പന്നം ലിവഗൈൻ ആണ്. അത് നമ്മുടെ കരളിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള ഉൽപ്പന്നമാണ്. അതേപോലെ നെക്സ്റ്റ് വുമൺ കമ്പാനിയൻ, സ്ത്രീകളുടെ കൂട്ടുകാരി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സ്ത്രീകളുടെ മെൻസ്ട്രൽ ആയിട്ടുള്ള പ്രോബ്ലത്തിന്, ആർത്തവ പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം പരിഹാരം ചെയ്യുന്ന നല്ലൊരു വെൽനസ് ഉൽപ്പന്നമാണ് വുമൺ കമ്പാനിയൻ. അതുപോലെ നമ്മുടെ കഫസംബന്ധിയായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഉൽപ്പന്നമാണ് കൊക്ലിൻ. നമ്മുടെ രക്തശുദ്ധീകരണത്തിന് നമ്മളെ സഹായിക്കുന്ന ഉൽപ്പന്നമാണ് മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ. അതുപോലെ പൊള്ളല്, മുറിവ് പോലെയുള്ള പ്രശ്നങ്ങൾ, പ്രമേഹ സംബന്ധിയായിട്ടുള്ള മുറിവുകളുടെ പോലും കലകൾ മാഞ്ഞു പോകുന്ന രീതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്ന നമ്മുടെ ഓയിൻമെന്റ്. അതേപോലെ വേദനയ്ക്ക് പുരട്ടാൻ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമ്മളെ സഹായിക്കുന്ന ഒരു ജെല്ലാണ് നോവേദന ജെൽ. അതുപോലെ പുരുഷന്മാരുടെ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ ലിബിഡോ ഗ്രോത്ത് ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പുരുഷന്മാർക്കുള്ള ഒരു ഉൽപ്പന്നമാണ് മാൻ ശക്തിമാൻ. അതുപോലെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഫൈ സ്ട്രെസ്. അതുപോലെ നമ്മുടെ വേദനയ്ക്ക്, സന്ധിവേദന പോലെയുള്ള വേദനകൾക്കൊക്കെ പരിഹാരമായിട്ട്, മൈഗ്രെയിൻ ഒക്കെ പോലെയുള്ള വേദനകൾക്കൊക്കെ പരിഹാരമായിട്ട് വലിയ റിസൾട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നോവേദന ക്യാപ്സ്യൂൾ. അതുപോലെ നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിന് വളരെയധികം പൈൽസ് ഒക്കെ പോലെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വെൽനസ് ഉൽപ്പന്നമാണ് ഇമ്മ്യൂണോ 3+. അതുപോലെ നമ്മുടെ ഹൃദയാരോഗ്യത്തിന്, നമ്മുടെ സൂക്ഷ്മ രക്തപ്രവാഹം സുഗമമാക്കാൻ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്ന ഒരു വെൽനസ് ഉൽപ്പന്നമാണ് വെൽഹാർട്ട്. അതുപോലെ മറ്റൊരുപാട് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കാലുകളിൽ ഉണ്ടാകുന്ന വളംകടി, അതുപോലെ വിണ്ടുകീറൽ, ഇതൊക്കെ പരിഹരിക്കാൻ ഏറ്റവും ഉപയുക്തമായിട്ടുള്ള, വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ല റിസൾട്ടുള്ള ഉൽപ്പന്നമാണ് ആയുഹി. അതുപോലെ പ്രോനാസിക, നമ്മുടെ മൂക്കടപ്പിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സ്പ്രേ ചെയ്യാൻ ശ്വസനാരോഗ്യത്തിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഉൽപ്പന്നമാണ് പ്രോനാസിക. അത് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് നമ്മളെ സഹായിക്കുന്ന ഉൽപ്പന്നമാണ് ഐ എനർജി. അതുപോലെ നമ്മുടെ പ്രോട്ടീൻ പൗഡർ, ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് ആയുഷ് പ്രീമിയം മാർക്കുള്ള പ്രോട്ടീൻ പൗഡർ എലിമെന്റ്സിന്റെ. അതേപോലെ നമ്മുടെ മെറ്റബോളിസം, അതായത് ശരീരഭാരമൊക്കെ കുറയ്ക്കുന്നതിനും നല്ലൊരു ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിനും ഇമ്മ്യൂണിറ്റി ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നതിനും നമ്മൾ സഹായിക്കുന്ന ഒരു പുതിയ ഉൽപ്പന്നമാണ് നമ്മുടെ മോറോ ലൈഫ്. അതേപോലെ നമുക്ക് ഒറാക്ക് വാല്യൂ ശരീരത്തിൽ നൽകുന്ന ആന്റി ഓക്സിഡൻസിന്റെ അളവ് പരിഹരിക്കുന്ന ഒറാക്ക് വാല്യൂ നൽകുന്ന ഒരു ഉൽപ്പന്നമാണ് 95 എന്ന് പറയുന്ന ജ്യൂസ്. അതേപോലെ തന്നെ നമ്മുടെ പ്രമേഹ രോഗത്തിനെ വരാതെ ശരീരത്തെ സംരക്ഷിക്കാൻ നമ്മളെ സഹായിക്കുന്ന, വന്നതിനെ നിയന്ത്രിക്കാനും വരാതെ സംരക്ഷിക്കാനും സഹായിക്കുന്ന ഉൽപ്പന്നമാണ് ഡേബ ലൈഫ്. അതേപോലെ നമ്മുടെ ഇന്നത്തെ കർക്കിടക മാസമാണിത്. ആ സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട, നമ്മുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് ഉപയോഗിക്കേണ്ട വളരെ മികച്ച ഒരു ഉൽപ്പന്നമാണ്. ഇന്ത്യയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും മികച്ച നമ്പർ 1 ചവനപ്രാശാണ് നമ്മുടെ കവചപ്രാശ്. അതുപോലെ ഒരുപാട് പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. നിരവധി 4 തരത്തിലുള്ള പേസ്റ്റുകൾ, അതുപോലെ രാത്രിയും രാവിലെയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്രൊട്ടക്ഷൻ ക്രീമുകൾ, ഫേസ് വാഷുകൾ, ഫേസ് ക്രീമുകൾ, ആന്റി ഡാൻഡ്രഫ് ഷാമ്പു, സാധാരണ ഓൾ ക്ലിയർ ഷാമ്പു, അതേപോലെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നീക്കുന്ന അണ്ടർ ഐ ജെല്ല്, പിന്നെ ഏറ്റവും വില കുറഞ്ഞതും എന്നാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത നമ്മുടെ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകളിൽ വരുന്നതാണ് നമ്മുടെ ന്യൂസ് സ്റ്റാറിന്റെ പൗഡർ. അതുപോലെ നമ്മുടെ ടൂത്ത് പേസ്റ്റ്, തുളസി അൻമീൻ ടൂത്ത് പേസ്റ്റ്, അതുപോലെ ഫേസ് വാഷുകൾ. ഇതൊക്കെ വില കുറവാണെങ്കിലും ക്വാളിറ്റി വളരെയധികം ഉയർന്ന ഉൽപ്പന്നങ്ങളാണ്. അതേപോലെ നമ്മുടെ വില കുറവുള്ള സോപ്പുകൾ, ക്വാളിറ്റിയിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലാത്ത 6 തരത്തിലുള്ള സോപ്പുകളാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഹോം കെയർ പ്രൊഡക്റ്റുകൾ നമുക്ക് വേറെയുണ്ട്. ഫ്ലോർ ക്ലീനർ ആയിട്ടും, ഡിഷ് വാഷ് ലിക്വിഡ് ആയിട്ടും, ഗ്ലാസ് ക്ലീനർ ആയിട്ടും, അതേപോലെ ടോയ്ലറ്റ് ക്ലീനർ, അതുപോലെ ഡിഷ് വാഷ് ബാർ, ഇങ്ങനെ ഒരുപാട് ഹോം കെയർ പ്രൊഡക്റ്റുകളുടെ സെഗ്മെന്റ് നമുക്കുണ്ട്. അതേപോലെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു സെഗ്മെന്റാണ് നമ്മുടെ അഗ്രോ കെയർ പ്രൊഡക്റ്റുകൾ. ഇന്ത്യാഗ്രോ എന്നുള്ള ബ്രാൻഡിൽ നമുക്ക് ഒരുപാട് ജൈവ വളങ്ങൾ നമുക്ക് നമ്മുടെ ബ്രാൻഡിൽ ലഭ്യമാണ്. അതിൽ വരുന്നതാണ് ഭൂവസ്ത്ര, ഗ്രോമാജിക്, മോഡിഫൈ, MI വീർ, MI സിട്ര, MI സ്പ്രേ പ്ലസ് തുടങ്ങിയിട്ടുള്ള
ഒരുപാട് നിരവധി ജൈവ വളങ്ങളുടെ ഒരു സെക്ഷനും നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മേഖലയിൽ വിജയിക്കണമെങ്കിൽ നേരത്തെ നല്ലൊരു ഡയറക്ടറി കമ്പനിക്ക് ഉണ്ടാക്കിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എഡ്യൂക്കേഷൻ നൽകാനുള്ള ഒരു വിങ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ വിങ് ആണ് ഏത് നമ്മുടെ MI ലൈഫിന്റെ MI ഡിജി വേൾഡ് എന്നുള്ളത്. ഇതൊരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. കമ്പനിയുടെ ഒരുപാട് ടീച്ചിങ്സ്, ഒരുപാട് ലേണിങ്സ് ഒക്കെ നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് MI ഡിജി വേൾഡ് എന്നുള്ള ആപ്ലിക്കേഷൻ. അതേപോലെ ഫിസിക്കൽ ആയിട്ടുള്ള മീറ്റിങ്ങുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതകളും കാര്യങ്ങളൊക്കെ കമ്പനി ഒരുക്കി തരുന്നത് ഹാർവസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വഴിയാണ്. ഓഫ്ലൈൻ ആയിട്ടുള്ള മീറ്റിങ്ങുകൾ നമുക്ക് അവൈലബിൾ ആക്കുന്നത് ഹാർവസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും നമുക്ക് വളരെ സിമ്പിളാണ് നമ്മുടെ ഈ ബിസിനസ് തുടങ്ങാൻ. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ആരാണോ നമ്മളെ ഈ ഒരു പ്രോഗ്രാം കേൾക്കാൻ വിളിച്ചിട്ടുള്ളത്, ആ വ്യക്തി നിങ്ങളോട് ആവശ്യപ്പെടുന്ന നിങ്ങളുടെ കുറച്ച് വിവരങ്ങൾ, അടിസ്ഥാനപരമായ വിവരങ്ങൾ അദ്ദേഹത്തെ നൽകി കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്ക് കമ്പനിയിൽ ഒരു രജിസ്ട്രേഷൻ നൽകും. ആ രജിസ്ട്രേഷൻ വഴി നിങ്ങൾക്ക് ഒരു യൂസർ ID കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ആ യൂസർ ID ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിച്ച് നിങ്ങൾ ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പരിചയപ്പെടുത്താൻ നിങ്ങൾ തയ്യാറായാൽ, അല്ലെങ്കിൽ വിൽക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരവധി തരത്തിലുള്ള വരുമാനം കമ്പനി തരാൻ തയ്യാറാണ്. അപ്പോൾ അതില് വളരെ പ്രധാനപ്പെട്ട വരുമാനങ്ങളാണ് ഒന്ന് റീറ്റെയിൽ ഇൻകം. ഇതിൽ ആദ്യത്തെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വരുമാനമാണ് റീറ്റെയിൽ ഇൻകം. റീറ്റെയിൽ ഇൻകത്തിന് മറ്റൊരു വരുമാനം, പരോക്ഷമായ ഒരു വരുമാനം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം നമുക്ക് ഒരു ഐഡിയയിലൂടെ ലഭ്യമാകുന്നത് ഹോൾസെയിൽ വിലയ്ക്കുള്ള ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാസത്തെ ചിലവിൽ നിന്ന് ഡിസ്കൗണ്ട് പ്രൈസിന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാസ ചിലവിൽ നിന്ന് ഒരുപാട് മിച്ചം പിടിക്കാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് അതാണ് നമുക്ക് ആദ്യം കിട്ടുന്ന വലിയൊരു വരുമാനം എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ആ വാങ്ങിച്ച ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് മറ്റ് വ്യക്തികളിലേക്ക് നമ്മളത് പരിചയപ്പെടുത്താനും നൽകാനും തയ്യാറാകുമ്പോൾ അതിന്റെ റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ടുള്ള ഏകദേശം 15% മുതൽ 45% വരെയുള്ള ലാഭവിഹിതം നമ്മുടെ പോക്കറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇൻകം. ഇനി ഞാൻ പറയാൻ പോകുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഇൻകം നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. കാരണം അത് നമ്മൾ പറയാം ആഴ്ച വരുമാനം എന്നാണ്, സെയിൽസ് ടേൺ ഓവർ ബോണസ് ആണ് ഇംഗ്ലീഷിൽ അതിന്റെ പേര്. എന്തായാലും അത് കമ്പനി നൽകുന്നത് ഒരു BV അനുപാതത്തിലാണ്. കാരണം എത്ര സെയിലാണ് കമ്പനി നമ്മുടെ താഴെ നടക്കുന്നത് എന്നുള്ളതിനെ കണക്കാക്കുന്നത് ബിസിനസ് വോളിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ബിസിനസ് വോളിയം കമ്പനി കണക്കാക്കുന്നത് നമ്മുടെ ബ്രാൻഡുകൾ, 6 ബ്രാൻഡുകൾ രണ്ടായി തിരിച്ചുകൊണ്ട്, അതിൽ എലമെന്റ്സും മോണാനോണും ഇന്ത്യ ഗ്രോയും പറയുന്ന ബ്രാൻഡുകൾ G75 ബ്രാൻഡുകളിൽ നിന്നും ആഹാർ, ന്യൂ സ്റ്റാർ, MI ഹോം G35 ബ്രാൻഡുകൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപയ്ക്കാണോ G75 ഉള്ള ബ്രാൻഡുകൾ ഉൽപ്പന്നങ്ങൾ എത്ര രൂപയ്ക്കാണോ പർച്ചേസ് ചെയ്യുന്നത്, അതിന്റെ 75% BV നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുകയും, അതുപോലെ തന്നെ G35 ഉൽപ്പന്നങ്ങൾ നമ്മൾ എത്ര രൂപയ്ക്കാണോ പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ 35% BV നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഈ BV എന്നുള്ളത് കമ്പനി നമുക്ക് വരുമാനം തരാൻ വേണ്ടിയിട്ട് കണക്കാക്കിയിട്ടുള്ള ഒരു മാനദണ്ഡം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് നമ്മുടെ ബിസിനസ് പ്ലാനിനെ കുറിച്ചാണ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻകം പ്ലാൻ ഉണ്ടാവും ഡയറക്ടറി കമ്പനിക്ക്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ബിസിനസ് പ്ലാൻ എന്താണെന്നുള്ളതിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. നമ്മൾ നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ള വ്യക്തിയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒരു ID രജിസ്ട്രേഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി ഒരു ID തരികയും, അത് ആ IDയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നിങ്ങളുടെ ആദ്യത്തെ ID നിങ്ങൾ ആക്ടിവേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലോ ബന്ധത്തിലോ അല്ലെങ്കിൽ പരിചയത്തിലോ ഉള്ള സുഹൃത്തുക്കളിലേക്കോ ബന്ധുക്കളിലേക്കോ നിങ്ങൾക്ക് ലഭ്യമാകുന്ന 2 ബ്രാഞ്ചുകൾ, ഈ IDയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന 2 ബ്രാഞ്ചുകൾ വഴി ബ്രാഞ്ച് 1 ഒരു സുഹൃത്തിനെ നിങ്ങൾ ഈ ബിസിനസ് പരിചയപ്പെടുത്തുകയും അദ്ദേഹം ഒരു 10,000 BVയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ബ്രാഞ്ച് 2 നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനെയും ഒരു ബന്ധുവിനെയും പരിചയപ്പെടുത്തി അവർ രണ്ടുപേരും 5,000 BV വീതം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ കമ്പനി എന്താണ് നിങ്ങൾക്ക് വരുമാനം തരാനുള്ള മാനദണ്ഡം കണക്കാക്കുന്നതാണ്. നിങ്ങൾ എത്ര BV ആണോ മാച്ച് ചെയ്തിട്ടുള്ളത്, 1:1 എന്നുള്ള അനുപാതത്തിൽ ഇവിടെ മാച്ച് ചെയ്തിട്ടുള്ളത് ബ്രാഞ്ച് 1 10,000 BVയും ബ്രാഞ്ച് 2 രണ്ട് വ്യക്തികൾ 5,000 BV വീതം എടുത്തപ്പോൾ അവിടെയും 10,000 BV വരികയും 10,000 BV മാച്ച് ചെയ്തതായിട്ട് കമ്പനി കണക്കാക്കുകയും അതിന്റെ 12% 1,200 രൂപ ആ ആഴ്ച നിങ്ങൾക്ക് കമ്പനി വരുമാനം തരികയും ചെയ്യും. ഇനി നിങ്ങൾ മുന്നോട്ട് പോകുന്തോറും, ഈ ഒരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകുന്തോറും നിങ്ങളുടെ കൂടെ നിങ്ങൾ പരിചയപ്പെടുത്തിയ ആളുകൾ വഴി പുതിയ ആളുകൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരികയും അവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് വീണ്ടും മറ്റൊരാഴ്ച നിങ്ങൾക്ക് ഒരു 20,000 BVയുടെ കച്ചവടം
ബ്രാഞ്ച് 1ലും 20,000 BV കച്ചവടം ബ്രാഞ്ച് 2ലും നടക്കുന്ന ആഴ്ച നിങ്ങൾക്ക് അതിന്റെ മാച്ചിങ് എവിടെ മാച്ച് ചെയ്തിട്ടുള്ള 20,000 BV ആയതുകൊണ്ട് അതിന്റെ മാച്ചിങ് BV ആയിട്ടുള്ള 20,000ത്തിന്റെ 12%, അതായത് 2,400 രൂപ ആ ആഴ്ച നിങ്ങൾക്ക് വരുമാനമായിട്ട് കമ്പനി അയച്ചു തരികയും ചെയ്യും. ഇനി നിങ്ങൾ ഇതേപോലെ ടീമുമായിട്ട് വളരെ സജീവമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിരവധി ആളുകൾ നിങ്ങളുടെ ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും നിങ്ങളോട് അസോസിയേറ്റ് ചെയ്യുകയും ആ വ്യക്തികൾക്ക് വഴി ഏകദേശം ഒരു പ്രത്യേക ആഴ്ചയിൽ നിങ്ങൾക്ക് 1,00,000 BV പർച്ചേസ് നടക്കുകയാണ് ബ്രാഞ്ച് 1ൽ. മറ്റേ ബ്രാഞ്ചിൽ, കാരണം ബിസിനസ് ആണ്, ഇതിൽ ഏറ്റവും കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പം ഒരു പ്രത്യേക ആഴ്ച നിങ്ങൾക്ക് ബ്രാഞ്ച് 2ൽ 2,00,000 BV കച്ചവടമാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മാനദണ്ഡം അനുസരിച്ച് ഏതാണ് മാച്ച് ചെയ്തെന്നുള്ളത് നോക്കിയിട്ടാണ് കമ്പനി വരുമാനം തരുന്നത്. അപ്പൊ ഇവിടെ 1,00,000 BV ആണ് കമ്പനി മാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം 2,00,000 BV-യിൽ നിന്ന് 1,00,000 മാച്ച് ചെയ്തതായിട്ട് കണക്കാക്കിയിട്ട് ആ ആഴ്ച 1,00,000 BV-യുടെ 12% ആയിട്ടുള്ള 12,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി അയച്ചു തരികയും ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് സംശയം ഉണ്ടാവും, ഞാൻ ഈ സൈഡിൽ 2,00,000 BV കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പം എന്റെ 1,00,000 BV നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് കമ്പനി ചെയ്യുന്ന ഏറ്റവും വലിയ സഹായമാണ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അത് നമ്മളിവിടെ മറ്റൊരാഴ്ച ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം 1,00,000 ക്യാരി ഫോർവേഡ് ആയിട്ട് കമ്പനി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എന്താണ് കമ്പനി ചെയ്യുന്നത് വെച്ചാൽ മറ്റൊരാഴ്ച വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വേറൊരാഴ്ച നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ടീം വഴി ഒരു 5,00,000 BV ബ്രാഞ്ച് 1ൽ വരുന്ന ഒരാഴ്ച നിങ്ങളുടെ ബ്രാഞ്ച് 2ൽ 4,00,000 അത് കുറഞ്ഞിരിക്കുന്ന ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ 5,00,000 ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ൽ 4,00,000 വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കമ്പനി 4,00,000 BV മാച്ച് ചെയ്തോന്നല്ല നോക്കുക. കാരണം നേരത്തെ നിങ്ങൾക്ക് ബാലൻസ് ഉള്ള ആ 1,00,000 BV ക്യാരി ഫോർവേഡ് ആയിട്ട് എടുത്തു വെച്ചത് നിങ്ങൾക്ക് ഈ 4,00,000ലേക്ക് കമ്പനി ആഡ് ചെയ്ത് തരികയും അങ്ങനെ ആ ആഴ്ച നിങ്ങൾക്ക് 5,00,000 BV 12% ആയിട്ടുള്ള 60,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനമായിട്ട് കമ്പനി അയച്ചു തരികയും ചെയ്യും. അപ്പോൾ ശക്തമായിട്ട് ഈ ബിസിനസ് പഠിച്ച് മനസ്സിലാക്കി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഏതെങ്കിലും ഒരാഴ്ച തീർച്ചയായിട്ടും അയാളുടെ വലിയൊരു ടീം വഴി 10,00,000 BV അദ്ദേഹത്തിന്റെ ബ്രാഞ്ച് 1ൽ മാച്ച് ചെയ്യുകയും 10,00,000 BV അദ്ദേഹത്തിന്റെ ബ്രാഞ്ച് 2ൽ മാച്ച് ചെയ്യുകയും ചെയ്യുന്ന ആ സമയത്ത് തീർച്ചയായിട്ടും കമ്പനി എന്ത് ചെയ്യും, അതിന്റെ 10,00,000ത്തിന്റെ 12% ആയിട്ടുള്ള 1,20,000 രൂപ നമുക്ക് എന്ത് ചെയ്യും, വരുമാനമായിട്ട് ആഴ്ച കമ്പനി അയച്ചു തരും. അതേപോലെ ഇനി ഞാൻ പറയാൻ പോകുന്നത് കമ്പനി ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് മാച്ച് ചെയ്യുന്ന BVക്ക് അനുസരിച്ച് വരുമാനം അയച്ചു കൊടുക്കില്ല. കമ്പനിക്ക് ഒരു സീലിംഗ് എമൗണ്ട്, അതിനെ കുറിച്ചാണ് ഞാൻ ഇനി ഇവിടെ പ്രതിപാദിക്കുന്നത്. ഏകദേശം 17,00,000 BV-ലേക്ക് നമ്മൾ ഏതെങ്കിലും ആഴ്ച മാച്ചിങ് എത്തിക്കഴിഞ്ഞാൽ കമ്പനി ആ 17,00,000 BV മാച്ച് ചെയ്തതിന് അതിന്റെ 12% ആയിട്ടുള്ള 2,10,000 രൂപയാണ് ഇതിന്റെ സീലിംഗ് എമൗണ്ട് ആയിട്ട് കമ്പനി കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിൽ ഏറ്റവും ഒരാഴ്ചയിൽ നമുക്ക് നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ തുക ഈ ബിസിനസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പരമപ്രധാനമായിട്ടുള്ള സത്യം. ഇത് ആഴ്ച വരുമാനമായിട്ടാണ് ലഭ്യമാകുന്നത്. നിരവധി ലീഡേഴ്സ് ഈ ഒരു വരുമാനം ഇന്ന് ഈ മേഖലയിൽ നേടിയെടുക്കുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പച്ചയായിട്ട് അറിയാവുന്ന ഒരു സത്യമാണ്. മാത്രമല്ല ഇനി നിങ്ങളോട് പ്രതിപാദിക്കാനുള്ളത് മറ്റു ചില വരുമാനങ്ങളെ കുറിച്ചാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പെർഫോമൻസ് ബോണസ് എന്നുള്ളത്. അതായത് TC റാങ്ക് മുതലുള്ള ആളുകൾക്കാണ് ഈ പെർഫോമൻസ് ബോണസ് അച്ചീവ് ചെയ്യാൻ പറ്റുക. കമ്പനിയുടെ ഒരു മാസം എന്ന് പറയുന്നത് 28 ദിവസമാണ്. 28 ദിവസത്തിനുള്ളിൽ 1,00,000 BV വീതം മാച്ച് ചെയ്യുന്ന ഏതൊരു TC ലീഡർക്കും കമ്പനി എന്ത് ചെയ്യും, ഒരു എക്സ്ട്രാ ബോണസ്, പെർഫോമൻസ് ബോണസ് എന്നുള്ള നിലയ്ക്ക് ഒരു നിശ്ചിത തുക കമ്പനി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് 6 മാസത്തോളം തുടർച്ചയായിട്ട് വിൻ ചെയ്യുന്ന ഒരു ലീഡർക്ക് സ്റ്റാർ പെർഫോമൻസ് എന്ന പേരിൽ മറ്റൊരു അധിക തുകയും കമ്പനി വരുമാനമായിട്ട് നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻകാണ് റാങ്ക് ഇൻകം. അത് നമുക്ക് ഏകദേശം ഓരോ റാങ്കിലും പ്രത്യേക റാങ്കിൽ കമ്പനി ഇത്ര പെർസെൻറ്റേജ് എന്നുള്ളതൊക്കെ അയച്ചു കൊടുക്കുന്ന ഒരു വരുമാനമാണ്. അതുപോലെ ലോയൽറ്റി ബോണസ് എന്നത് ഏകദേശം DTC റാങ്ക് മുതൽ, DTC ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ എന്നുള്ള റാങ്ക് മുതൽ ഒരു വ്യക്തിക്ക് കമ്പനി നൽകുന്ന ഒരു വരുമാനമാണ് ലോയൽറ്റി ബോണസ്. അത് വാങ്ങുന്ന നിരവധി ലീഡേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. അതേപോലെ ഡയമണ്ട് റോയൽറ്റി, വലിയ വലിയ റാങ്കുകളുടെ അതനുസരിച്ചുള്ള ഒരുപാട് തരത്തിലുള്ള വരുമാനങ്ങൾ വേറെയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയേണ്ട ഒരു സ്റ്റാർ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ നോമിനേഷൻ ഫെസിലിറ്റിയാണ്. കാരണം നമ്മുടെ 3 തലമുറകളിലേക്ക് നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുള്ള ഈ മേഖലയിൽ നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് കൈമാറ്റം ചെയ്യാൻ കമ്പനി തയ്യാറാണ്. ഈ നോമിനേഷൻ ഫെസിലിറ്റിയോടെയാണ് കമ്പനി നൽകുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ യമുന ഷീജൻ എന്നൊക്കെ പറയുന്ന മാഡം ഈ ഒരു നോമിനേഷൻ ഫെസിലിറ്റി വഴി കോടികളാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ്സിൽ നിന്ന് അവരുടെ ഭർത്താവിന്റെ ആകസ്മികമായ നിര്യാണത്തിന് ശേഷം അവരിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള സത്യം ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഓരോ റാങ്കിലും പ്രത്യേകിച്ച് TC എന്ന് പറയുന്ന ഒരു റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത്, ടീം കോർഡിനേറ്റർ എന്നുള്ള റാങ്ക് ഈ ബിസിനസ്സിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് കമ്പനി ഏകദേശം 3,00,000 രൂപയുടെ ആക്സിഡന്റൽ ഇൻഷുറൻസ് പോളിസി എന്ത് ചെയ്യുന്നുണ്ട്, ആ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്. അത് 2 തവണ വാങ്ങിയ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ.
അതേപോലെ നിങ്ങളിപ്പോ ഈ പ്രതിപാദിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് വേണ്ടിയിട്ട് എല്ലാ ക്വാളിറ്റിയും ഒത്തടങ്ങിയ ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി ആയിട്ടുള്ള MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത്. കാരണം നമുക്ക് ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ട്, ആയുഷ് പ്രീമിയം ആയിട്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങളാണ് നമുക്കുള്ളത്. നമുക്ക് ഒരുപാട് വ്യക്തികളുടെ വിജയഗാഥകൾ നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ റെക്കോർഡ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ട് വളരെ ഈസിയാണ്. നമ്മുടെ കയ്യിലുള്ള ₹1 പോലും മുടക്കാതെ ഈസി ആയിട്ട് തുടങ്ങാവുന്ന നിങ്ങളുടെ കുറച്ച് വിവരങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ വ്യക്തിക്ക് നൽകി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തുടങ്ങാവുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടേത്. നമുക്ക് 2 എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. നേരത്തെ പറഞ്ഞ MI ഡിജി വേൾഡ് എന്ന പേരിലും ഹാർവർ സക്സസ് അക്കാദമി എന്നുള്ള പേരിലും എഡ്യൂക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ മാനേജ്മെന്റിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ഞാൻ തുടർന്നുള്ള സ്ലൈഡിൽ പറയാനുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ ബിസിനസ് പ്ലാൻ നിങ്ങൾ കേട്ടു. തീർച്ചയായിട്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള മനോഹരമായ ബിസിനസ് പ്ലാനാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതേപോലെ നമ്മുടെ മാനേജ്മെന്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ISO 9001 2015 സർട്ടിഫിക്കേഷൻ നേടിയ മാനേജ്മെന്റ് ആണ് MI ലൈഫിൻ്റെത്. അതിന്റെ സർട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതുപോലെ നമ്മൾ ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ സംഘടനയായിട്ടുള്ള ഫിക്കി എന്ന് പറയുന്ന വ്യവസായ സംഘടനയിലെ ഒരു പ്രൗഡ് മെമ്പറാണ് MI ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്. ഫിക്കി എന്താണെന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക, അപ്പോൾ അതിന്റെ വലുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ നമ്മുടെ ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷനിലെ ഒരു ഫെലോ മെമ്പറാണ് നമ്മുടെ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേന്ദ്ര ഗവൺമെന്റ് സ്കിൽ ഇന്ത്യ പ്രോജക്റ്റില് മെമ്പറാണ് നമ്മുടെ MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള നമ്മുടെ സ്വന്തം കമ്പനി. ഇനി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, www.milifestylemarketing.com എന്നുള്ള പേരിൽ. അതിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ ഏതായാലും ഇത്രയും നേരം നമ്മുടെ കമ്പനിയെ കുറിച്ചും നമ്മുടെ മറ്റുള്ള എല്ലാ വിശദ വിവരങ്ങളും കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ വളരെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ GTS പ്രസന്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് നമ്മളോട് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെ എല്ലാവർക്കും സംഭവിക്കട്ടെ എന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസന്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് സക്സസ്. ജയ് മൈ ലൈഫ് സ്റ്റൈൽ. ജയ് ഹിന്ദ്. താങ്ക് യു. താങ്ക് യു ഹാരിസ് സാർ. അടിപൊളിയായിട്ട് നമ്മുടെ ബിസിനസ് അവസരത്തിനെ പറ്റിയും അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിയെ പറ്റിയും നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ നല്ല രീതിയിൽ സാർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നമുക്ക് ലളിതമായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഒരുപാട് ആളുകൾ 150-150ഓളം ആളുകൾ ഇന്ന് ഈ ഒരു സൂം വെബിനാറിൽ നമ്മളെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. ഇന്ന് വിദേശങ്ങളിൽ നിന്നും അതേപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ നമ്മുടെ മാർവൽ ബാനറിൽ നമുക്ക് സാധിച്ചു. എന്റെ പേരിലും നമ്മുടെ AIGയുടെ പേരിലും നമ്മുടെ GCയുടെ പേരിലും തന്നെ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ കയറിയിട്ടുള്ള എല്ലാ ആളുകളുടെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ സാറിന് ഒരു നന്ദി അർപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, നെക്സ്റ്റ് ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയതിനു ശേഷം കയറിയിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പേഷനും ഈ ഒരു അവസരത്തില് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആളുകൾ കയറി, ഒരുപാട് ആളുകൾ പല മേഖലയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നെറ്റ്വർക്ക് പ്രോബ്ലം അതേപോലെ തന്നെ സൗണ്ട് ഇഷ്യൂ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവാം. എന്തായാലും ഈ ഒരു അനുകൂലമായിട്ടുള്ള അവസ്ഥയിൽ അല്ലെങ്കിലും പ്രതികൂലമായിട്ടുള്ള അവസ്ഥയിലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുള്ള എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയും ചെറിയൊരു എക്സ്പീരിയൻസ്, നമ്മുടെ കമ്പനിയുടെ റാങ്ക് നമുക്കറിയാം. ഇന്ന് ടീമിന്റെ റാങ്കാണ് ബ്രോൺസ് മുതൽ കോർഡിനേറ്റർ വരെയുള്ളത്. എന്നാൽ നമ്മുടെ കമ്പനിയുടെ റാങ്ക് ടീം കോർഡിനേറ്റർ റാങ്ക് മുതലാണ്. ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ റാങ്ക് ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. അവരുടെയൊക്കെ ഒരു ചെറിയ എക്സ്പീരിയൻസ് നമ്മൾക്ക് ഈ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസ്പയറിംഗ് ആണ്, അതല്ലെങ്കിൽ ഒരു മോട്ടീവാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കമ്പനിയിൽ 2.5 ലക്ഷം ബിസിനസ് വോളിയം 2 ബ്രാഞ്ചിലും സാറ് നമ്മൾക്കിപ്പം പ്ലാൻ പ്രസന്റ് ചെയ്ത സമയത്ത് ഓർഗനൈസേഷൻ 1ഉം ഓർഗനൈസേഷൻ 2 എന്ന് നമുക്ക് സംസാരിച്ചത് നിങ്ങൾ ഓരോ ആളുകൾ വിഷ്വൽ ചെയ്ത് കണ്ടിട്ടുണ്ടാവാം. ആ ഒരു 2 ബ്രാഞ്ചിലും 2.5 ലക്ഷം ബിസിനസ് വോളിയം മാച്ചിങ് ആയിട്ട് കമ്പനിയുടെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ഒരു റാങ്കാണ് ടീം കോർഡിനേറ്റർ റാങ്ക്. ആ റാങ്ക് എത്തുന്ന സമയത്താണ് നമുക്ക് ഇൻഷുറൻസ് ഒക്കെ നമുക്ക് എഫക്റ്റീവ് ആവുന്നത്. അങ്ങനെ ആ ഒരു റാങ്കിലേക്ക് എത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. കൊടുവള്ളി സ്വദേശി ആണ് ശ്രീജ മാഡത്തിനെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാഡത്തിന്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കുകയാണ്. വിളിക്കുന്ന സമയത്ത് മാഡം അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. പ്ലീസ് വെൽക്കം ശ്രീജ മാഡം. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ചെറിയൊരു എക്സ്പീരിയൻസ് വേണ്ടി ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം മാഡം. ഗുഡ് ഈവനിങ് സാർ.
ഗുഡ് ഈവനിങ് ഗുഡ് ഓൾ. ഈവനിങ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ആരിഫ് സാർ. ഞാൻ കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയാണ്. ഇപ്പോൾ ടി വർക്ക് ചെയ്യാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. സാറിന്റെ പ്രസന്റേഷൻ വളരെ എല്ലാവർക്കും നേരത്തെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന ഒരു മാഡം സാറ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സാറിന് ഇത്രയും പെട്ടെന്ന് ഇത്രയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മലേഷ്യ സാർ. താങ്ക് യു ശ്രീജ മാഡം. വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് മാഡത്തിന് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്ന് ഒരു ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ നിന്നുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഫിസിക്കലി മീറ്റിംഗ് ആവുന്ന സമയത്ത് നമുക്കറിയാം ആ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന ആളുകൾക്ക് മാത്രമേ നമ്മളെ കാണാനോ സംസാരിക്കുന്നത് കേൾക്കാനോ സാധിക്കുള്ളൂ. ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന ആളുകൾക്കറിയാം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളെ നേരിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ്. അടുത്തത് കമ്പനിയുടെ ATC എന്ന റാങ്കാണ്. 5 ലക്ഷം ബിസിനസ് വോളിയം ഇതേപോലെ 2 ബ്രാഞ്ചിൽ കൊണ്ടുവന്നിട്ട് ഇന്ന് ഒരുപാട് TC-കളെയും അതേപോലെ തന്നെ പല റാങ്കുള്ള ആളുകളെയും താഴെത്തട്ടിലേക്ക് അസോസിയേറ്റ് ചെയ്ത ആളുകളെ ഡെവലപ്പ് ചെയ്ത് ഏരിയ ടീം കോർഡിനേറ്റർ ഈ ഒരു സഹായി സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം അഞ്ജു മാഡം. ഹലോ സാറേ, കേൾക്കാവോ? ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് പരിചയപ്പെടുത്തി. അഞ്ജുപതി, കൊടുവള്ളി കച്ചേരിമുക്കിലാണ് സ്വദേശം. എന്നെ ഒരു അവസരം പരിചയപ്പെടുത്തി തന്നത് എൻ്റെ നൈബറായിട്ടുള്ള രമണി മേഡാണ്. മാഡത്തിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. കവച ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഒരു റിസൾട്ട് കിട്ടിയിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഒരു ബിസിനസ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലൊന്നല്ല വന്നത്. പക്ഷെ ഇതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് നമുക്ക് ആഴ്ച വരുമാനം കിട്ടും, നമ്മൾ റീറ്റെയിൽ പ്രോഫിറ്റ് കാര്യങ്ങൾ അതൊക്കെ കേട്ടിട്ട് തന്നെയാണ് നമുക്ക് ഇൻകം, അതാണ് നമ്മളെല്ലാവരും മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം കേട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ഇപ്പം ATC എന്ന് പറഞ്ഞ റാങ്കിലാണ് എത്തിയത്. അതിനെന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ലീഡേഴ്സിനും അതുപോലെ തന്നെ എൻ്റെ ഈ അസോസിയേറ്റ്സിനും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയാണ്. അപ്പം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടേനും എല്ലാവർക്കും അടുത്ത റാങ്കിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മലേഷ്യ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു അഞ്ജു മാഡം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാഡം പറഞ്ഞത്. നിങ്ങൾ ഓരോ ആളുകളും ശ്രദ്ധിച്ചു കാണും. ഇന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേട്ടിട്ടല്ല, പ്രൊഡക്റ്റിന്റെ ആ ഒരു ഉപയോഗമായിട്ട് വന്ന് അതിന്റെ മുകളിലുള്ള റിസൾട്ടിന്റെ മുകളിലാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കടന്നു വരുന്ന മുഴുവൻ ആളുകളും ബിസിനസ്സുകാരല്ല വരുന്നത്, ഒരു ഉപഭോക്താവായിട്ടോ കൺസ്യൂമർ ആയിട്ടൊക്കെ വരുന്ന ആളുകളാണ്. ഇന്ന് വന്നിട്ടുള്ള ആളുകൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഒന്ന് പകർന്നു കൊടുക്കാം. ആ ഒരു ബിസിനസ്സോ അതല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയോ അതല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ടോ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരു ബിസിനസ്സുകാരായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ടുള്ള പല ആളുകളും ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പല ലീഡർഷിപ്പിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു